എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ചെണ്ടക്കപ്പ പുഴുങ്ങിയതെന്നും പറയും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കപ്പയുടെ റെസിപ്പിയാണിത്. കപ്പയുടെ തൊലിയൊക്കെ ഇവിടെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പയുടെ തൊലി പൊളിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ കപ്പ പൊളിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കാൻ വളരെ എളുപ്പമായിരിക്കും. കപ്പ വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും കുറേ വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇവിടെ ഒരു കുക്കറിൽ 1/4 ഭാഗം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല വേവുള്ള കപ്പയാണെങ്കിൽ മാത്രമേ കുക്കറിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരു ചെരുവത്തിൽ വേവിച്ചെടുക്കാം. വെള്ളം നല്ലവണ്ണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ വേവിച്ചതിന് ശേഷമാണ് സാധാരണയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാറ്. ഞാനിവിടെ കുക്കറിൽ വേവിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇതിൻ്റെ പ്രഷർ മാറ്റിക്കളയുന്നുണ്ട്. ഒട്ടും വേവില്ലാത്ത കപ്പയായിരുന്നു ഇത്. കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കപ്പ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് എല്ലാ ഭാഗത്തുമായിട്ട് കിട്ടും. കപ്പ ഇതുപോലെ വേവിക്കാൻ അറിയാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കപ്പ ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഈ കപ്പയ്ക്ക് കോമ്പിനേഷനായിട്ട് മുളക് ചമ്മന്തിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സവോളയും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരയ്ക്കണം. അതിനുശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കപ്പയ്ക്കുള്ള മുളക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.